ഇന്ന് നമുക്ക് ചെടികൾക്ക് ഞാൻ കൊടുക്കാറുള്ള ഒരു വളക്കൂട്ട് പരിചയപ്പെടാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗങ്ങളും ഗുണങ്ങളൊക്കെ എങ്ങനെയാണെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് കൂടുതലായിട്ട് അറിയാം. അതിനു മുൻപായിട്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമാണ് ഞാൻ ചെയ്യുന്ന അടുത്ത വീഡിയോകളും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും, എങ്കിലും ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിശദമാക്കാം. ഇതിപ്പോൾ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സാണ്. ഈ വളക്കൂട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളൊരു ചെടി നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് അതിൽ ആ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ അതിലും വേണമെങ്കിൽ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇത് ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് നല്ല സേഫായിട്ട് ഉപയോഗിക്കാവുന്നൊരു വളക്കൂട്ട് തന്നെയാണിത്. അതുപോലെ എല്ലാ ചെടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു കൂട്ട് കൂടിയാണിത്. ഇനി ഇതിൽ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് പറയാം. ഒന്നാമതായിട്ട് ചേർത്തിരിക്കുന്നത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടിയെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന, അതിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ചാണകപ്പൊടിയിൽ നൈട്രജൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. നൈട്രജൻ ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒന്നാണല്ലോ. ഏറ്റവും കൂടുതലായിട്ട് അത് ചാണകത്തിലുണ്ട്. ചാണകപ്പൊടി മാത്രമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പച്ചച്ചാണകത്തിൻ്റെ തെളിയൊക്കെ നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അടുത്തായി നമ്മൾ ചേർക്കുന്നത് എല്ലുപൊടിയാണ്. ഈ എല്ലുപൊടിയിൽ വളരെയധികം കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് ചെടികളിൽ ധാരാളം പൂക്കളുണ്ടാവാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെടികൾക്ക്. പിന്നെ ചെടികളുടെ വേര് പിടിച്ചിട്ട് അതിൻ്റെ വളർച്ചയിൽ ആവശ്യമായ ഫോസ്ഫറസ് ഈ എല്ലുപൊടിയിലൂടെ ചെടികൾക്ക് ലഭിക്കുന്നു. ഇതാണ് വേപ്പിൻ പിണ്ണാക്ക്. ഈ വേപ്പിൻ പിണ്ണാക്ക് ചെടികളെ കീടങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നു. അതുമാത്രമല്ല, നല്ലൊരു ഓർഗാനിക് ഫെർട്ടിലൈസർ കൂടിയാണ് ഈ വേപ്പിൻ പിണ്ണാക്ക്. ഇതിൽ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള, അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതും പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലുപൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഉറുമ്പുകളൊക്കെ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെ തന്നെ ഈ ഫെർട്ടിലൈസർ മിക്സ് ചെടികൾക്ക് കൊടുക്കുമ്പോൾ അതിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത് കൊണ്ട് ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഒരു പരിധിവരെ തടയാനായിട്ട് ഈ വേപ്പിൻ പിണ്ണാക്കിന് കഴിയും. അടുത്തതായിട്ട് ചകിരിച്ചോറാണിത്. ഈ ചകിരിച്ചോറ് ചെടികൾക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ വളരെ കുറച്ച് ചകിരിച്ചോറ് മാത്രമേ ഈ മിക്സിൽ ചേർക്കുന്നുള്ളൂ. കാരണം ഈ ചകിരിച്ചോറ് കൂടുതൽ ചെല്ലുന്നത് ചെടികളിൽ, പ്രത്യേകിച്ച് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഒത്തിരി ചകിരിച്ചോറ് ചെല്ലുമ്പോൾ ഈർപ്പം കൂടുതലായിട്ട് അതിൻ്റെ വേര് ചീഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് ചകിരിച്ചോറ് ചേർക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ ചകിരിച്ചോറ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് മണ്ണിന് ഇളക്കം കിട്ടാനും അതുപോലെ വെള്ളം വാർന്നു പോകുന്നതിനൊക്കെ വേണ്ടിയാണ്. പിന്നെ ചകിരിച്ചോറിലും ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടാസ്യവും നൈട്രജനും ഒക്കെ ഉള്ള ഒന്ന് തന്നെയാണ്. ഇനി അടുത്തതായിട്ട് വേണ്ടത് കമ്പോസ്റ്റാണ്. ഇതിവിടെ അടുക്കളയിൽ വേസ്റ്റ് ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കമ്പോസ്റ്റാണ് കേട്ടോ. ഇതിൽ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന എല്ലാ വേസ്റ്റിൻ്റെയും, എന്ന് വെച്ചാൽ പഴത്തൊലി, മുട്ടത്തോട്, ഉള്ളി, സവാള എന്നൊക്കെയുള്ളതിൻ്റെയൊക്കെ തൊലിയൊക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് എല്ലാ ന്യൂട്രിയൻസും അതിൻ്റെയൊക്കെ ഗുണങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ കമ്പോസ്റ്റ് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തത് കപ്പലണ്ടി പിണ്ണാക്കാണ്. ഇത് കടലപ്പിണ്ണാക്കെന്നും കപ്പലണ്ടി പിണ്ണാക്കെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചെടികൾക്ക് ആവശ്യത്തിനുള്ള നൈട്രജനും ഫോസ്ഫറസ്, പൊട്ടാസ്യം എല്ലാം തന്നെ മറ്റുള്ളവയെ പോലെ തന്നെ ഇതിലും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് പുളിപ്പിച്ചിട്ട് ഇതിൻ്റെ തെളിഞ്ഞ് നിൽക്കുന്ന വെള്ളം എടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ചെടികൾക്ക് അതിൻ്റെ ചുവട്ടിലും ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മാസത്തിൽ ഒരു തവണയൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മിക്സ് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊക്കെയാണ് ഞാൻ ഈ മിക്സിൽ കൂട്ടിച്ചേർക്കുന്നത്. ഇതുപോലുള്ള ഒരു ബക്കറ്റിലാണ് ഞാൻ ഇതുപോലത്തെ കൂട്ടൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു കപ്പിനളവ്, ഇത് 1 കിലോൻ്റെ ഒരു കപ്പാണ്. ഇതിൽ ചാണകമാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ആദ്യം. അതുപോലെ തന്നെ അടുത്തതായിട്ട് വേപ്പിൻ പിണ്ണാക്കാണ് ചേർക്കുന്നത്. ഇതിൽ വേപ്പിൻ പിണ്ണാക്ക് എടുക്കുമ്പോൾ മാത്രം ഒരു കപ്പിൽ ഒരു പകുതിയോളം മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അത്രയും മതിയാവും വേപ്പിൻ പിണ്ണാക്ക്. അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് എല്ലുപൊടിയാണ്. അതും ഈ വേപ്പിൻ പിണ്ണാക്ക് എടുത്തത് അത്ര തന്നെ ഒരു ഹാഫായിട്ട് മാത്രമാണ് എല്ലുപൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തത് കമ്പോസ്റ്റും കൂടി ഇട്ടിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റായിട്ട് നമ്മൾ ചകിരിച്ചോറ് ചേർക്കുമ്പോൾ
വളരെ കുറച്ച് മാത്രം, ഒത്തിരിയൊന്നും എടുക്കുന്നില്ല, വളരെ കുറച്ച് മാത്രം. അത് മാത്രമാണ് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ കപ്പലണ്ടി പിണ്ണാക്ക് മാത്രം ഞാൻ ഇതിനൊപ്പം ചേർക്കുന്നില്ല. ചെടിക്ക് നമ്മൾ വളം കൊടുക്കുന്ന സമയത്ത് മാത്രം ഈ കപ്പലണ്ടി പിണ്ണാക്ക് ആ ടൈമിൽ മാത്രം ഇതിൽ ചേർത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് സൂക്ഷിച്ച് വയ്ക്കാം. ഇത് 1-2 ദിവസത്തിന് ശേഷം ചെടികൾക്ക് വളം കൊടുക്കുന്ന സമയത്തായിട്ട് ഇത് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ മാസത്തിൽ 2 തവണയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാരണം ഇടയ്ക്ക് ചാണകത്തിന് തെളിയൊക്കെ ഒഴിച്ച് കൊടുക്കാറുള്ളതുകൊണ്ട് ഞാനിത് മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ചേർത്ത് കൊടുക്കാറുള്ളൂ ചെടിക്ക്. അതുപോലെ തന്നെ ആദ്യമേ പറയട്ടെ, ഏതൊരു വളമായാലും അമിതമായിട്ട് കൊടുക്കരുത്. പെട്ടെന്ന് വലുതാവാനും പെട്ടെന്ന് പൂവിടും എന്ന് കരുതി ഒത്തിരി വളം ചേർത്ത് കൊടുക്കുന്നത് ചെടി നശിച്ചു പോകാനേ സാധ്യതയുള്ളൂ. നമുക്ക് തന്നെ നമ്മുടെ ചെടിക്ക് ആവശ്യമായത് കണക്കാക്കി ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഓർഗാനിക് ഫെർട്ടിലൈസറിൻ്റെ കാര്യമാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത്. ഇനി എപ്പോഴും സേഫായിട്ടുള്ളതും ചെടികൾക്ക് അതുപോലെ തന്നെ മണ്ണിൻ്റെ ഗുണമൊക്കെ നിലനിർത്തുന്നതൊക്കെ ഓർഗാനിക് വളങ്ങളാണ്. അതാണ് ഏറ്റവും നല്ലതും. പിന്നെ പെട്ടെന്ന് എഫക്റ്റീവ് ആകുന്നത് കെമിക്കൽ ഫെർട്ടിലൈസർ ആണെങ്കിലും കെമിക്കൽ ഫെർട്ടിലൈസർ ചേർക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾക്ക് ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ ചേർത്ത് കൊടുത്താൽ മാത്രമാണ് ആ മണ്ണിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇതൊക്കെയാണ് ഞാൻ ചെടികൾക്ക് ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇനി നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ അതിനുള്ള റിപ്ലൈ ഒക്കെ ഞാൻ തരാം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.